ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ചാപ്റ്റർ നമ്പർ 1 ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ഇൻഫർമേഷൻ. അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആണ്, അസംസ്കൃതമായ സംസ്കരിക്കാത്ത വാക്കുകൾ അക്ഷരങ്ങൾ ഒക്കെയാണ് റോ ഫാക്ട്സ് ആണ് ഡേറ്റ എന്ന് പറയുന്നത്, അല്ലേ? റോ ഫാക്ട്സ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ഡേറ്റയാണെന്ന് പറഞ്ഞു. മീനിങ് ഫുൾ അർത്ഥമുള്ള ഡേറ്റയാണ്, മീനിങ് ഫുൾ ഡേറ്റ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡേറ്റയ്ക്കകത്ത് നമ്മൾ എക്സാമ്പിൾസൊക്കെ പറഞ്ഞു, അല്ലേ? ഡേറ്റയ്ക്കകത്തുള്ള എക്സാമ്പിൾസാണ് നമ്പറുകൾ 1, 2, 3, അതുപോലെ ഡേറ്റ് 12, 10, 2020, അല്ലേ? ഇതൊക്കെ റോ ഫാക്ട്സ് അഥവാ ഡേറ്റയ്ക്കുള്ള എക്സാമ്പിളാണ്. മീനിങ് ഫുൾ ഡേറ്റയ്ക്കുള്ള എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? അഡ്രസ് ഈസ് എ മീനിങ് ഫുൾ ഡേറ്റ, അല്ലേ? അഡ്രസ് ഈസ് എ മീനിങ് ഫുൾ ഡേറ്റ. പിന്നെ എന്ത് പറഞ്ഞു? റാങ്ക് ലിസ്റ്റ് ഒരു മീനിങ് ഫുൾ ഡേറ്റയാണ്, ശരിയല്ലേ? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു? SSLC ബുക്ക് ഈസ് എ എക്സാമ്പിൾ ഫോർ മീനിങ് ഫുൾ ഡേറ്റ ഇൻഫർമേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഡേറ്റയെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഡേറ്റ പ്രോസസ്സിംഗ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ഡേറ്റ പ്രോസസ്സിംഗ്. പേര് കേട്ടാൽ തന്നെ അറിയാം, അല്ലേ? എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്? ഡേറ്റയെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ പ്രോസസ്സിംഗ്, അല്ലേ? എന്താണ്? ഡേറ്റയെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഡേറ്റയെ നമുക്ക് ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് എന്തുണ്ട്? ഡേറ്റയുണ്ട്. ആ ഡേറ്റയെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? ഒരു പ്രോസസ്സിംഗ് നടത്തണം. ഡേറ്റയെ പ്രോസസ്സ് ചെയ്യണം. ഡേറ്റ പ്രോസസ്സ് ചെയ്യണം. DP, ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റയെ പ്രോസസ്സ് ചെയ്താലാണ് നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കുള്ളൂ. കമ്പ്യൂട്ടർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഡേറ്റയെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അഥവാ കമ്പ്യൂട്ടർ ചെയ്യുന്ന ടാസ്കിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. എന്താണ്? ഡേറ്റ പ്രോസസ്സിംഗ് ആണ് കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡേറ്റ പ്രോസസ്സിംഗ് ആണ് കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം. നൗ നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, എന്നിട്ട് അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നൊരു ഡയഗ്രാം നമുക്ക് നോക്കാം. പിന്നെ അതിന് ചില എക്സാമ്പിൾസ് നോക്കാം. ആദ്യം എഴുതിക്കോ എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്. യു ക്യാൻ റൈറ്റ് ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. വേണമെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻസ്, ഇത് വേണമെന്നില്ല. ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ ഓപ്പറേഷൻസാണ് ഡേറ്റ പ്രോസസ്സിംഗ്. എന്തിലാണ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക? ഡേറ്റയ്ക്കകത്ത് അപ്ലൈ ചെയ്യുക ഓപ്പറേഷൻ. ഡേറ്റയിൽ കുറേ ഓപ്പറേഷൻ നടത്തിയിട്ട് എന്തായിട്ട് അതിനെ മാറ്റുക? ഇൻഫർമേഷനായിട്ട് മാറ്റുക. ഡേറ്റയിൽ കുറേ ഓപ്പറേഷൻസ് നടത്തിയിട്ട് ഇൻഫർമേഷനായിട്ട് മാറ്റുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് ടീ എന്നുള്ള ചായ, അല്ലേ? ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചായ ഉണ്ടാക്കണം. ചായ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, അല്ലേ? അത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, നമുക്ക് അല്പം ഉന്മേഷമൊക്കെ കിട്ടും. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മീനിങ് ഫുൾ ഡേറ്റ എന്ന് പറയാം. അല്ലെങ്കിൽ ചായയെ നമുക്ക് ഇൻഫർമേഷനായിട്ട് എടുക്കാം. അപ്പോൾ ചായ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ടീ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ടീ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അറിയണം, അല്ലേ? ടീ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അറിയണം, ചായ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അറിയണം. അങ്ങനെയാണെങ്കിൽ എന്ത് ഡേറ്റയെയാണ് നമ്മൾ ചായയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്ക് ടീ പൗഡർ ഉണ്ടായിരിക്കും, അല്ലേ? ടീ പൗഡർ ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? വാട്ടർ വേണം, വെള്ളം വേണം, അല്ലേ? പിന്നെന്ത് വേണം? ഷുഗർ വേണം. ഇനി വേണമെങ്കിൽ കുറച്ച് മിൽക്ക് വേണം. ഇതൊക്കെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഇത്രയും ഡേറ്റയെ പ്രോസസ്സ് ചെയ്താലാണ് നമുക്ക് എന്തുണ്ടാവുക? ചായ കിട്ടുക, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ദ ഡേറ്റ.
ദിസ് ഇസ് അവർ ഇൻഫർമേഷൻ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ചായ ഉണ്ടാക്കാൻ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇവിടെ ഈ ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡേറ്റയെ നമുക്ക് എന്താ പ്രോസസ്സ് ചെയ്യണം. എന്ത് ചെയ്യണം? ഈ ഡേറ്റയെ നമുക്ക് പ്രോസസ്സ് ചെയ്യണം. ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ചായ നിർമ്മിച്ചെടുക്കാൻ പറ്റുള്ളൂ, ചായ നിർമ്മിക്കാൻ പറ്റുള്ളൂ, ചായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചായ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? നമുക്ക് എന്ത് വിളിക്കാം? ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഇവിടെ എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്? നമ്മൾ ഒരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളം എടുക്കണം അല്ലേ? ചൂടുവെള്ളം എടുത്തിട്ട് വെള്ളം തിളപ്പിക്കണം. തിളപ്പിക്കുന്ന നേരത്ത് നമ്മൾ ടീ പൗഡറും അതിലേക്ക് ഇടണം. എന്നിട്ട് നമ്മൾ പിന്നെ ഷുഗർ ആഡ് ചെയ്യണം, മിൽക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊരു പ്രോസസ്സിങ്ങാണ്. എന്തൊക്കെ ഈ പ്രോസസ്സിനെ, അതായത് പാത്രം ചൂടാക്കുക, വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ടീ പൗഡർ ഇടുക, ഷുഗർ ഇടുക, അതുപോലെ മിൽക്ക് മിക്സ് ചെയ്യുക. ഇത്രയും പ്രോസസ്സ്, ഇതൊരു പ്രോസസ്സാണല്ലോ. ഈ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടേമിൽ എന്ത് വിളിക്കാം? ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ഡേറ്റ എന്ന് പറയുന്നത് ടീ പൗഡർ, വാട്ടർ, ഷുഗർ, മിൽക്കൊക്കെ ഡേറ്റയാണ്. ഈ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാത്രത്തിലിട്ടിട്ട് എന്ത് ചെയ്യണം? പാത്രത്തിലിട്ടിട്ട് അതിനെ തിളപ്പിച്ചെടുക്കണം അല്ലേ? പാത്രത്തിലിട്ടിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിളപ്പിച്ചെടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നേ ഉള്ളൂ? പിന്നെ അത് ടീ ആയിട്ട് മാറുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാത്രത്തിലിട്ട് തിളപ്പിക്കുന്ന ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, പാത്രത്തിലിട്ടിട്ട് തിളപ്പിക്കുന്ന ഈ പ്രോസസ്സ്, ഇവിടെ തീ കൊടുക്കണം നമ്മൾ അല്ലേ? ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ എന്ത് പറയാം? ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയും. ഇത് റിയൽ വേൾഡ് എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇതേ സംഭവം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുക. അതായത് നമ്മൾ എല്ലാവരും +1 അഡ്മിഷൻ കിട്ടിയല്ലോ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത്? റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത് അല്ലേ? ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത്, റാങ്ക് ലിസ്റ്റ്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റാണ് നമ്മുടെ ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഇൻഫർമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും SLC ബുക്കിലെ ഡേറ്റ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റർനെറ്റ് വഴി അപ്ലോഡ് ചെയ്തു അല്ലേ? എങ്ങോട്ടാണ് അപ്ലോഡ് ചെയ്തത്? ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തു. ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ സെർവർ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ എല്ലാവരെയും SLC ബുക്ക് എന്ത് ചെയ്തു? അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ ഇത് എല്ലാവരുടെ ഒരാളുടെ SLC ബുക്ക്, ഇത് നെക്സ്റ്റ് പേഴ്സൻ്റെ SLC ബുക്ക്, ഇത് അടുത്ത ആളുടെ ഇത്. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്തു അല്ലേ? SLC ബുക്കിലെ ഡേറ്റ മാത്രമല്ല നമ്മൾ അപ്ലോഡ് ചെയ്തത്, മറ്റെന്തൊക്കെ അപ്ലോഡ് ചെയ്തു? നമുക്ക് NSS ഉണ്ടെങ്കിൽ, NCC ഉണ്ടെങ്കിൽ അത്, നമ്മുടെ ഗ്രേസ് മാർക്കിൻ്റെ മറ്റ് സ്പോർട്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എല്ലാം അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഈ ഡീറ്റെയിൽസാണ് നമ്മളുടെ എന്ത് പറയുന്നത്? ഡേറ്റ എന്ന് പറയുന്നത്. SSC ബുക്കിലെ ഡേറ്റ, നമ്മുടെ ക്ലബിൻ്റെ ഇൻഫർമേഷൻസ്, അതുപോലെ നമ്മുടെ പിന്നെ രാജ്യ പുരസ്കാരം ഉണ്ടെങ്കിൽ അത്, NCCയുടെ ഡീറ്റെയിൽസ്, ഇതാണ് നമ്മുടെ ഡേറ്റ. ഓക്കെ, ഈ ഡേറ്റയെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ റാങ്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത്. നമ്മുടെ കേസിൽ ഈ എക്സാമ്പിൾ ഇതെന്താണ്? ഇത് ഇൻഫർമേഷനാണ്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്താണ്? ഇൻഫർമേഷനാണ്. നമ്മുടെ SLC ബുക്കും കാര്യങ്ങളൊക്കെ എന്താണ്? ഡേറ്റയാണ്. മനസ്സിലായല്ലോ? ഡേറ്റയാണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഡേറ്റ വെച്ചിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് നിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡേറ്റനെ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യണം. നമുക്ക് ഏതൊക്കെ വിഷയത്തിൽ A+ കിട്ടി അതിനനുസരിച്ച് നമ്മൾ സ്കോർ ആഡ് ചെയ്യും. എത്ര A+ ഉണ്ട്, എത്ര A ഉണ്ട് അല്ലേ? എത്ര B+ ഉണ്ട്, എത്ര B ഉണ്ട്, എത്ര C+ ഉണ്ട്, എത്ര C ഉണ്ട് അല്ലേ? തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ. അതുപോലെ ഇതിൻ്റെ കൂടെ NCCയുടെ ഗ്രേസ് മാർക്ക്, അതേപോലെ പിന്നെ നമ്മുടെ രാജ്യ പുരസ്കാരം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അല്ലേ? സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഇതിൻ്റെയൊക്കെ ഡേറ്റ എടുത്തിട്ട് അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു സ്കോർ ജനറേറ്റ് ചെയ്യണം. ആ സ്കോർ ജനറേറ്റ് ചെയ്യുന്ന ജോലിക്കാണ് നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുക. അപ്പോൾ ഓരോരുത്തർക്കും എത്ര സ്കോർ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്ത സ്കോറിനനുസരിച്ച് നമ്മൾ അതിനെ സോർട്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്ക് പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടുക. തൊട്ട് താഴെയുള്ളത്
മാർക്ക് കുറഞ്ഞ ആൾക്ക് തൊട്ട് താഴെ, ആ രീതിയിൽ അതിനെ നമ്മൾ സോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, സോർട്ട് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്, നമ്മളെന്ത് വിളിക്കുന്നത്, ഡാറ്റാ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ഡാറ്റാ പ്രോസസ്സിംഗ്. ഈ ഡാറ്റാ പ്രോസസ്സിംഗ് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഡാറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യണം. ഡാറ്റ എന്ത് ചെയ്യണം, ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. കമ്പ്യൂട്ടർ ഡാറ്റ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് കമ്പ്യൂട്ടർ അവസാനം എന്ത് ചെയ്യും, ഇത് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യും. ഓരോ എക്സാമ്പിളിനനുസരിച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത്. ശരിയല്ലേ? ശരിയാണ്. ഇനി ഇതാണ് ഡാറ്റ പ്രോസസ്സിംഗ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു ഡയഗ്രത്തിലൂടെ നമ്മൾ ഇതിനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഡയഗ്രാം വരച്ച് നോക്കാം. ഡാറ്റ പ്രോസസ്സിങ്ങിനൊരു ഡയഗ്രാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. എന്തുണ്ട്, നമുക്ക് ഡാറ്റ പ്രോസസ്സിങ്ങിന് ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഡാറ്റ പ്രോസസ്സിങ് നടത്തണം. അതിലേക്ക് കുറേ ഇൻപുട്ട് കൊടുക്കണം അല്ലേ. ഈ കമ്പ്യൂട്ടറിലേക്ക് കുറേ ഇൻപുട്ട് കൊടുക്കണം അല്ലേ. കമ്പ്യൂട്ടറിൽ നിന്ന് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. സോ നമുക്കെന്ത് പറയാം, ഇത് ഹിയർ വി ക്യാൻ സേ ഇൻപുട്ട് എന്ന് പറയും. ഇൻപുട്ട് അല്ലേ, ഇൻപുട്ട്. ഇതിനെല്ലാം കൂടെ നമുക്ക് ഇൻപുട്ട് എന്ന് പറയാം. അവസാനം കിട്ടുന്നതിനെ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരച്ചാൽ മതി. ഇവിടെ വേണം എന്ത് കൊടുക്കുക, DP എന്ന് കൊടുക്കുക, ഡാറ്റ പ്രോസസ്സിങ്. സോ ഡാറ്റ പ്രോസസ്സിങ്ങിൽ എന്ത് ചെയ്യണം, കുറേ ഇൻപുട്ട് കൊടുക്കണം. അത് ഡാറ്റ ആയിരിക്കും. വേണമെങ്കിൽ ഇവിടെ എന്ത് കൂടി എഴുതി വെക്കാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബ്രേക്കറ്റിൽ ഇൻപുട്ട് എന്ന് എഴുതിയിട്ട് ബ്രേക്കറ്റിൽ എന്ത് എഴുതാം, ഡാറ്റ എന്ന് എഴുതാം. ഇവിടെ ബ്രേക്കറ്റിൽ എന്ത് എഴുതാം, ഇൻഫർമേഷൻ. ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്താ കിട്ടുക, ഇൻഫർമേഷൻ. ഇതാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്ന രീതി. കുറേ ഇൻപുട്ടുകൾ ഉണ്ടാവും, അതിനെ പ്രോസസ്സ് ചെയ്യും, അവസാനം നമുക്ക് എന്ത് കിട്ടും, ഒരു ഔട്ട്പുട്ട് കിട്ടും. ദിസ് ഇസ് എ വെരി സിമ്പിൾ ഡയഗ്രാം ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഡയഗ്രാം നിങ്ങൾക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഇവിടെ കണ്ടോ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ഡാറ്റ ഉണ്ടാവും. ഡാറ്റ 1, ഡാറ്റ 2 അല്ലേ, ഡാറ്റ 3. ഇത് ഡാറ്റ പ്രോസസ്സിങ്. ഡാറ്റ പ്രോസസ്സ് ചെയ്ത അവസാനം എന്ത് കിട്ടുന്നു, ഇൻഫർമേഷൻ കിട്ടുന്നു. അവസാനം എന്ത് കിട്ടുന്നു, ഇൻഫർമേഷൻ കിട്ടുന്നു. സോ ദിസ് ഇസ് ഡാറ്റ. ഈ ഡയഗ്രാം ആയാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഓക്കെ. നൗ ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പുകളാണ്, ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സബ് ഹെഡിങ് എഴുതാം, സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. എഴുതിക്കോ, സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. ഡാറ്റ പ്രോസസ്സിങ് ഹെഡിങ് എഴുതാം, സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. ഒരു ഡാറ്റ ഇൻഫർമേഷൻ ആക്കിയിട്ട് മാറ്റണമെങ്കിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ഓക്കെ. അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു അരിയെ പൊടിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ അരി നമ്മൾ കഴുകണം, ഉണക്കണം അല്ലേ. ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് അതിനെ പൊടിച്ചെടുക്കണം. സോ കുറേ ഘട്ടങ്ങളുണ്ട് അല്ലേ. ആദ്യം നമ്മൾ അരി വാങ്ങണം അല്ലേ. അരി വാങ്ങിയിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് അത് പൊടിച്ചെടുക്കുന്നു. അപ്പോൾ ചായ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ചായപ്പൊടി വാങ്ങണം, പഞ്ചസാര വാങ്ങണം, പിന്നെ മിൽക്ക് വാങ്ങണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ പാത്രത്തിലിട്ട് വെള്ളം ചൂടാക്കിയിട്ട് തിളക്കുന്ന നേരത്ത് ഈ ചായപ്പൊടി അതിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് മിൽക്ക് ആഡ് ചെയ്യണം, ഷുഗർ ആഡ് ചെയ്യണം. സോ കുറേ ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലേ എന്തുണ്ടാവുള്ളൂ, നമുക്കൊരു ചായ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എന്ത് പ്രോസസ്സാണെങ്കിലും. ഇപ്പോൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുമ്പോൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഘട്ടം ദാറ്റ് ഈസ് എന്താണ്, ക്യാപ്ചറിങ് ഡാറ്റ. സെക്കൻഡ് പോയിൻ്റ്
input data. Third point, storage of data. Fourth point, processing the data. Next, output information. And last stage, distribution of information. So ഇത്രയും എന്തുണ്ട്, ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഒരു ഡാറ്റയെ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ഡാറ്റ എന്തായിട്ട് മാറുക, ഇൻഫർമേഷനായിട്ട് മാറുക. അപ്പോൾ നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടിട്ടുണ്ടാവും. ഡാറ്റ ക്യാപ്ചറിങ്, ഓക്കെ, ഇൻപുട്ട്, സ്റ്റോറേജ്, ഇതാ ഇവിടെ വരച്ചിരിക്കുന്നത്, സ്റ്റോറേജ്, പ്രോസസ്സിങ്, അല്ലേ, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഏരോ മാർക്ക് ശ്രദ്ധിക്കുക. ഏരോ മാർക്കിൽ കണ്ടോ, ഈ ഏരോ മാർക്ക് ഇങ്ങോട്ടാണ്, ഫസ്റ്റ് സ്റ്റേജിന് ശേഷം ഇങ്ങോട്ടാണ് ഏരോ മാർക്ക്, അല്ലേ, നെക്സ്റ്റ് ഇങ്ങോട്ട്, അല്ലേ. ഈ ഏരോ മാർക്ക് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഔട്ട്പുട്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഘട്ടം കൂടിയുണ്ട്, എന്താണ്, സ്റ്റോറേജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രാം വരച്ചെടുക്കാം കേട്ടോ. ഈ ഡയഗ്രാം വരച്ചെടുക്കാം. സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്. ഓക്കെ, ഇനി നമ്മളിതിൽ ഓരോന്നും ഡിസ്കസ് ചെയ്യാമെന്ന്. എന്താണ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ, വിൽ ഡിസ്കസ്. എന്താണ് ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ, എന്താണ് ഇൻപുട്ട് ഓഫ് ഡാറ്റ, എന്താണ് സ്റ്റോറേജ്, എന്താണ് പ്രോസസ്സിങ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ, എന്താണ് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. നൗ ഓക്കെ, okay, so we will discuss one by one. First one, the first stage is capturing of data. First stage is what? Capturing of data. Capture ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കളക്ട് ചെയ്യുക എന്നാണ്. ഡാറ്റ കളക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ +1 അഡ്മിഷന് ഡേറ്റ കളക്ട് ചെയ്യണം, അല്ലേ. എല്ലാ കുട്ടികളുടെയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെ കൊടുത്തിട്ടുണ്ടാവും, അക്ഷയ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അക്ഷയക്കാരെന്ത് ചെയ്യും, നിങ്ങളുടെ എല്ലാ ഡേറ്റയും കളക്ട് ചെയ്തിട്ട് അവരുടെ കമ്പ്യൂട്ടറിലൂടെ അത് പിന്നെ അപ്ലോഡ് ചെയ്യും. സോ ആദ്യം ചെയ്യേണ്ടത് ഡേറ്റ കളക്ട് ചെയ്യുക. ഇപ്പോൾ ചായ ഉണ്ടാക്കണമെങ്കിൽ, ടീ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ചായപ്പൊടി നമ്മൾ എന്തൊക്കെ കളക്ട് ചെയ്യണം, ഇൻപുട്ട് കളക്ട് ചെയ്യണം. ഡേറ്റ കളക്ട് ചെയ്യണം. ഡേറ്റ കളക്ട് ചെയ്താൽ ആ ഡേറ്റയാണ് നമ്മൾ ഇൻഫർമേഷനായിട്ട് മാറ്റുക. അപ്പോൾ ചായ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മിൽക്ക് പൗഡർ വാങ്ങണം, അല്ലെങ്കിൽ മിൽക്ക് വാങ്ങണം, ടീ പൗഡർ വാങ്ങണം, അല്ലേ, ഷുഗർ വാങ്ങണം, റൈറ്റ്. അപ്പോൾ ഇൻപുട്ട് കളക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും ഇത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കുട്ടികളുടെ SLC ബുക്കിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യണം, അവരുടെ NCCയുടെ ഡേറ്റ കളക്ട് ചെയ്യണം, അല്ലേ, രാജ്യ പുരസ്കാറിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യണം. സോ ഡേറ്റ കളക്ഷൻ ആണ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ. ഡേറ്റ ആദ്യം എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇൻ ഡേറ്റ പ്രോസസ്സിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യാപ്ചറിങ് ഡേറ്റ. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? യു ക്യാൻ റൈറ്റ്, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. ഫസ്റ്റ് പോയിന്റ് എഴുതുക, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ്. എന്നിട്ട് എഴുതുക. എന്നിട്ട് ഇങ്ങനെ എഴുതാം. We have to collect the data before processing it. For example, to make tea, we have to collect tea powder, sugar,
milk, etc. Milk, etc. മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റേജ് ആണ് ഡേറ്റ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഡേറ്റ കളക്ഷനാണ്, ക്യാപ്ചറിങ് ഓഫ് ഡേറ്റയാണ്. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കളക്ട് ചെയ്യണം? ടീ പൗഡർ, ഷുഗർ, മിൽക്ക് എല്ലാം കളക്ട് ചെയ്യണം. അതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ടീ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റേജ് എല്ലാവരുടെയും SLC ബുക്കിലെ ഡീറ്റെയിൽസും NCCയുടെ ഡീറ്റെയിൽസും രാജ്യ പുരസ്കാറിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്യണം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡേറ്റ പ്രോസസ്സിങ്. മനസ്സിലായല്ലോ? ഇനി നൗ വാട്ട്സ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഡേറ്റ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡയഗ്രത്തിലേക്കൊന്ന് വരിക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എന്തായിരുന്നു? ഡേറ്റ ക്യാപ്ചറിങ് എന്ന് പറഞ്ഞാൽ കളക്ട് ഡേറ്റ. കളക്ട് ചെയ്ത അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? ഇൻപുട്ട് എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് ചെയ്യുക. ഈ കിട്ടിയ ഡേറ്റ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യണം. ഇൻപുട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യാം. കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യണം. കളക്ട് ചെയ്ത ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ബി. ഹിയർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റെപ്പ് ബി, സെക്കൻഡ് സ്റ്റെപ്പ് എഴുതിക്കോ. ഇൻപുട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ അറിയുന്നത്? എന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ? ഫീഡിങ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. ഫീഡിങ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. സോ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യണം, ഫീഡ് ചെയ്യണം. ഉദാഹരണമായിട്ട് +1 അഡ്മിഷൻ്റെ കേസിൽ നിങ്ങളുടെ SLC ബുക്കിലെയും NCCയിലെയും അതുപോലെ രാജ്യ പുരസ്കാറിൻ്റെയും ക്ലബ്ബുകളുടെയും ഒക്കെ ഡേറ്റ അക്ഷയ സെൻറ്ററുകാർ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻ്റർനെറ്റ് വഴി കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട്. ഓക്കെ ആണല്ലോ? ഇൻപുട്ട് ചെയ്യണം. റെഡി? അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻപുട്ട്. സെക്കൻഡ് സ്റ്റെപ്പ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ഡയഗ്രത്തിലേക്ക് വാ. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഇൻപുട്ട് ചെയ്തു അല്ലേ? കളക്ട് ചെയ്തു, ഇൻപുട്ട് ചെയ്തു. ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലേ? ഡേറ്റ കളക്ട് ചെയ്തു, ഡേറ്റ ക്യാപ്ചർ ചെയ്തു, ഇൻപുട്ട് ചെയ്തു. വാട്ട് ഈസ് തേർഡ് സ്റ്റെപ്പ്? നമ്മുടെ ബുക്കിനകത്ത് തേർഡ് സ്റ്റെപ്പ് എന്താ? സ്റ്റോറേജ്. എന്താണ് തേർഡ്? സ്റ്റോറേജ് ആണ്. സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റോറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ സ്റ്റോറേജ്. നമ്മുടെ ഡയഗ്രത്തിനകത്ത് നമുക്ക് കാണാം, ഈ രണ്ടാമത്തെ സ്റ്റെപ്പിന് ഇൻപുട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു ഏരോ പോയിട്ടുണ്ട് അല്ലേ? ഒരു ഡോട്ട് ലൈന് പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? സ്റ്റോറേജ്. ഈ സ്റ്റെപ്പിൻ്റെ പേര് സ്റ്റോറേജ്. സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്ന ഡേറ്റ, അക്ഷയക്കാരൊക്കെ ഫീഡ് ചെയ്യുന്ന ഡേറ്റ കമ്പ്യൂട്ടറിൻ്റെ സെർവറിൻ്റെ ഡിസ്കിൽ എന്ത് ചെയ്യും? അതിനെ സേവ് ചെയ്ത് വെക്കും. ഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. ആദ്യം കിട്ടുന്ന ഡേറ്റ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ആ സേവ് ചെയ്ത ഡേറ്റ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ആ ഡേറ്റിനെ പ്രോസസ്സ് ചെയ്യുക. മനസ്സിലായല്ലോ? സോ തേർഡ് സ്റ്റെപ്പ് ഈസ് സ്റ്റോറേജ്. സോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എഴുതാം. എങ്ങനെ എഴുതാം? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കണം അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ദി ഡേറ്റ fed to the computer. The data fed to the computer should be stored in the hard disk of the computer. hard disk എന്ന് മാത്രമല്ല, ഏത് ഡിസ്കും ആവാം കേട്ടോ, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഹാർഡ് ഡിസ്ക് ഓഫ് ദി കമ്പ്യൂട്ടർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. സ്റ്റോറേജ്.
ദ ഡേറ്റ ഫെഡ് ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത ഡേറ്റ ഷുഡ് ബി സ്റ്റോർഡ്. എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്തിരിക്കണം. ഇൻ ദ ഹാർഡ് ഡിസ്ക് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഡേറ്റ പ്രോസസ്സിങ്ങിലെ എത്രാമത്തെ സ്റ്റെപ്പാണ്? 3rd സ്റ്റെപ്പാണ് ഡേറ്റ സ്റ്റോറേജ്. കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത ഡേറ്റയെ എന്ത് ചെയ്തിരിക്കണം? കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ അതിനെ സ്റ്റോർ ചെയ്തിരിക്കണം. എന്നാൽ നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ആ ഡിസ്കിൽ നിന്ന് എടുക്കുകയും ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുക അല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ അഡ്മിഷൻ എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് അല്ലേ? ഈ ഡേറ്റയൊക്കെ എന്ത് ചെയ്യണം? എല്ലാ കുട്ടികളുടെയും SLCയുടെ മാർക്കും NCCയുടെ ഡീറ്റെയിൽസും അതുപോലെ രാജ്യ പുരസ്കാരവും സ്കൗട്ട് ആൻഡ് ഗൈഡ് എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്തിരിക്കണം? കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കണം. എല്ലാവരുടെ ഡേറ്റയും കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരാളത് കിട്ടിയ ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെ ഡേറ്റയും കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു 10 ദിവസത്തോളം സമയം കൊണ്ടായിരിക്കും എല്ലാവരുടെയും ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എല്ലാം കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്ന ഡേറ്റ എല്ലാം കമ്പ്യൂട്ടറിൽ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യണം. ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്ത ശേഷം എല്ലാവർക്കും കിട്ടിയ ശേഷം ആ ഡേറ്റ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഡേറ്റ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ദിവസം ഈ ഡേറ്റ എവിടെ വേണം? നമ്മുടെ ഹാർഡ് ഡിസ്കിൽ വേണം. ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്ത ഡേറ്റയെ ഡേറ്റ ഫെഡ് ടു ദ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത ഡേറ്റയെ ഷുഡ് ബി സ്റ്റോർ ചെയ്തിരിക്കണം ഇൻ ദ ഹാർഡ് ഡിസ്ക് ഓഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നൗ അപ്പം നമ്മൾ എന്ത് ചെയ്തു? എല്ലാ കുട്ടികളുടെയും ഡേറ്റ കളക്ട് ചെയ്തു അല്ലേ? എല്ലാ കുട്ടികളും ഡേറ്റ കളക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്തു? അതിനെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? കമ്പ്യൂട്ടറിൽ അതിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ, വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത സ്റ്റെപ്പ് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവും. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പാണ്? ആക്ച്വൽ പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ കമ്പ്യൂട്ടറിലെ ഡേറ്റ എടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഡേറ്റ എടുത്തിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. എല്ലാവരും മാർക്കും കാൽക്കുലേറ്റ് ചെയ്യാം, സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാം. SLCക്ക് കിട്ടിയ എത്ര A+ കിട്ടിയിട്ടുണ്ട്, B+ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ എടുക്കാം. അതിൻ്റെയൊക്കെ സ്കോർ എടുക്കാം, NCCയുടെ സ്കോർ എടുക്കാം, അതുപോലെ രാജ്യ പുരസ്കാറിൻ്റെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ എല്ലാ സ്കോറും എടുത്തിട്ട് അത് കാൽക്കുലേഷൻസ് നടത്തണം, പ്രോസസ്സ് ചെയ്യണം, കാൽക്കുലേഷൻസ് നടത്തണം. എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോരുത്തർക്കും അഡ്മിഷൻ എവിടെയാണ് കിട്ടിയെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ സ്റ്റോർ ചെയ്ത ഡേറ്റ എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യണം. സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എടുത്തിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യണം. അതാണ് പ്രോസസ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രോസസ്സിങ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോസസ്സിങ്. സോ വാട്ട് ഈസ് പ്രോസസ്സിങ് അല്ലേ? നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്ത ഡേറ്റയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? എടുത്തിട്ട് അത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? എന്നിട്ട് പിന്നെ അതിൻ്റെ സ്കോർ കണ്ടുപിടിക്കണം. ഓരോ കുട്ടികൾക്കും എത്ര സ്കോർ കിട്ടിയിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഡേറ്റ പ്രോസസ്സിങ്ങിൽ എന്താ നടക്കുന്നത്? എഴുതിക്കോ. വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് കാൽക്കുലേഷൻ, classification, comparison, storing, filtering, summarizing, etc. are carried out part of data processing. Various operations like calculation, classification, comparison, sorting, filtering, summarizing, etc. are carried out as part of data processing. ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ പാർട്ടായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം നമുക്ക്. എന്താണ് ഫസ്റ്റ്? കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ A+ൻ്റെ എത്ര A+ ഉണ്ട് അത് ആഡ് ചെയ്യണം അല്ലേ? അത് ആഡ് ചെയ്യണം. പിന്നെ NCCയുടെ മാർക്ക് ആഡ് ചെയ്യണം,
NCCയുടെ മാർക്ക് ആഡ് ചെയ്യണം അല്ലേ, അതുപോലെ രാജ്യ പുരസ്കാറിൻ്റെ മാർക്ക് ആഡ് ചെയ്യണം. ഇങ്ങനെ കാൽക്കുലേഷൻസ് നടത്തണം. പിന്നെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുക, കൊമേഴ്സ് ആണോ കുട്ടി, അല്ലെങ്കിൽ പിന്നെ ഹ്യൂമാനിറ്റീസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ എന്ത് പറയാം റിസർവേഷൻ ക്ലാസിഫിക്കേഷൻ, ഇത്ര പെർസെൻറ്റേജ് ഇത്ര കാറ്റഗറി കുട്ടികൾക്ക് ക്ലാസിഫൈ ചെയ്യണം അല്ലേ, ഇത്ര പെർസെൻറ്റേജ് ഇത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ SC ST OBC ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നുണ്ട്, ശരിയല്ലേ. കമ്പാരിസൺസ്, കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുന്നതിനാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ മാർക്ക് എന്ന് കമ്പയർ ചെയ്യണം. അവരെയാണ് നമ്മൾ ആദ്യം റാങ്കിലേക്ക് ഇടുക. അപ്പോൾ കമ്പയർ ചെയ്യണം, മാർക്കുകൾ കമ്പയർ ചെയ്യണം. ഓരോരുത്തർക്ക് കിട്ടിയ മാർക്കിൻ്റെയും ടോട്ടൽ കമ്പയർ ചെയ്തിട്ട് സോർട്ട് ചെയ്യണം. അതിന് ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതണം. സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിൽ. സാധാരണ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക? അവരോഹണ ക്രമത്തിലാണ് ക്രിയേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ ഒന്നാമത്തെ സ്ഥാനത്ത്, അതിൽ കുറച്ച് മാർക്ക് കിട്ടിയ ആൾ രണ്ടാമത്തെ സ്ഥാനത്ത്. സോ അതാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. അവരോഹണ ക്രമത്തിൽ എഴുതണം. 2 സോർട്ടിങ് ഉണ്ട്, ആരോഹണ ക്രമമുണ്ട് അവരോഹണ ക്രമമുണ്ട്. ഇപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞാൽ ഇത് ആരോഹണ ക്രമം, 1 2 3 4 ആരോഹണം. ഇനി തിരിച്ചെഴുതുകയാണെങ്കിൽ 4 3 2 1 ഇത് അവരോഹണ ക്രമം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോർട്ടിങ് എന്ന് പറയുന്നത്. ഓർഡറിൽ എഴുതുക, ഓർഡറിൽ എഴുതുന്നതിനെയാണ് സോർട്ടിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സോർട്ടിങ് നടത്തണം, എന്നിട്ട് ഫിൽട്ടർ ചെയ്യണം അല്ലേ. ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില കേസിൽ ചില കുട്ടികളെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ആരെയും ഒഴിവാക്കില്ല, എല്ലാ കുട്ടികൾക്കും റാങ്ക് കൊടുക്കും അല്ലേ. പക്ഷേ നമ്മൾ ഒരു PSC എക്സാമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? PSC എക്സാം ആണെങ്കിൽ ഒരു ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടാത്തവരൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കും, കട്ട് ഓഫ് മാർക്ക് PSCക്ക്. ഇപ്പോൾ 40 മാർക്ക് 100ൽ 40 മാർക്ക് കിട്ടാത്തവരൊക്കെ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്യും, അവർ ഒഴിവാക്കും. അതിനെയാണ് ഒഴിവാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യുക. പിന്നെ സമ്മറൈസ് ചെയ്യും. അത് ചില കേസിൽ നമ്മൾ അതിനെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യും, സമ്മറി റിസൾട്ടിൻ്റെ ഒരു സമ്മറി ഉണ്ടാക്കും. അപ്പോൾ പല രീതിയിൽ സമ്മറൈസ് ചെയ്യും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ഇത്രയും ഓപ്പറേഷൻസ് ഏതിനകത്ത് നടക്കുന്നുണ്ട്? ഈ കമ്പ്യൂട്ടറിൽ നടക്കുന്ന പ്രോസസ്സിങ്ങിൽ നടക്കുന്നുണ്ട് അല്ലേ. പ്രോസസ്സിങ്ങിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിൽ നടക്കുന്ന ഓപ്പറേഷൻസ്, ഫസ്റ്റ് വൺ ഈസ് കാൽക്കുലേഷൻ, എഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെയാണ് കാൽക്കുലേഷൻ. രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫൈ ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. റിസർവേഷനൊക്കെ ഈ ക്ലാസിഫിക്കേഷനിൽ വരും. ഓരോ കാറ്റഗറിക്കും ഇത്ര പെർസെൻറ്റേജ് സീറ്റ് അലോട്ട് ചെയ്യുക. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുക, ഏതാണ് വലുത്, ആർക്കാണ് കൂടുതൽ കിട്ടിയത്, ആർക്കാണ് കുറവ്, അതിനെയാണ് കമ്പയർ ചെയ്യുക. ഇനി അതിൻ്റെ ആ കമ്പാരിസൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഇതിനെ സോർട്ട് ചെയ്യണം. ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾ ആദ്യം, തൊട്ട് കുറവുള്ളത് നെക്സ്റ്റ് റാങ്ക്, അതിലും കുറവുള്ളത് നെക്സ്റ്റ് റാങ്ക്, അതിന് അങ്ങനെ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുന്ന സോർട്ടിങ്. പിന്നെ ഫിൽട്ടർ ചെയ്യും, ചിലരെ ഒഴിവാക്കും, ഫിൽട്ടർ ചെയ്യും. ഇപ്പോൾ ഞാൻ PSCയുടെ കേസ് പറഞ്ഞു, ഇത്ര മാർക്ക് കിട്ടിയവരെ മാത്രമേ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. 40ൽ കൂടുതൽ മാർക്ക്, 100ൽ 40ൽ കൂടുതൽ കിട്ടിയവരെ മാത്രം പരിഗണിക്കുക. PSC തീരുമാനിക്കുക എത്ര മാർക്കാണെന്നുള്ളത്, കട്ട് ഓഫ് മാർക്ക് എന്ന് പറയാനും. ഫിൽട്ടർ ചെയ്യും, പിന്നെ സമ്മറൈസ് ചെയ്യും, ചില കേസിൽ സമ്മറൈസ് ചെയ്യും. ഇത്രയും ഓപ്പറേഷൻസാണ് എന്തിനകത്ത് ഉണ്ടാവുക? ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സിങ്ങിന് അകത്ത് വരിക. ഓക്കെ, സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. എന്തെഴുതാം? ഇങ്ങനെ എഴുതാം: വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് അല്ലേ, കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, സോർട്ടിംഗ്, ഫിൽട്ടറിംഗ്, summarizing etc. are carried out part of data processing. ഡേറ്റാ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കാൽക്കുലേഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, കമ്പാരിസൺ, സോർട്ടിംഗ്, ഫിൽട്ടറിംഗ് ആൻഡ് സമ്മറൈസിങ്. റെഡിയാണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ എന്തൊക്കെ എത്തി? ഡേറ്റ ക്യാപ്ചർ ചെയ്തു, കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്തു, ഇൻപുട്ട് ചെയ്തു, അതിനെ നമ്മൾ സ്റ്റോർ ചെയ്തു, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തു അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ഏതൊക്കെ കഴിഞ്ഞു? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ? നമ്മൾ ഡേറ്റ പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഡേറ്റ പ്രോസസ്സിങ്, അതുപോലെ
ഡാറ്റ ക്യാപ്ചറിങ്, ഇൻപുട്ട്, പ്രോസസ്സിങ് അല്ലേ ഡിസ്കസ് ചെയ്തു. ദെൻ സ്റ്റോറേജ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ഔട്ട്പുട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഈ കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, റിസൾട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി. ഈ റാങ്ക് ലിസ്റ്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുക. അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും ഓരോ സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. ആ അലോട്ട്മെൻറ്റ് സ്ലിപ്പിനെ നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് എന്ന് പറയാം. അപ്പോൾ ചായ നിർമ്മിക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ചായയാണ്. ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്? ചായപ്പൊടി അല്ലേ, പഞ്ചസാര, പാല്, ഇതൊക്കെ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്താണ്? ചായയാണ് അല്ലേ. അതേപോലെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? നമ്മുടെ റാങ്ക് ലിസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ അലോട്ട്മെൻറ്റ് സ്ലിപ്പുകളാണ്. ശരിയല്ലേ? അലോട്ട്മെൻറ്റ് സ്ലിപ്പാണ്. ഇൻപുട്ട് എന്തായിരുന്നു? നമ്മുടെ SSLC ബുക്കിലെ ഡേറ്റ, NCCയുടെ ഡേറ്റ, രാജ്യപുരസ്കാർ, ക്ലബ്ബുകളുടെ ഡേറ്റ, അതോ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ, അതൊക്കെയാണ് നമ്മുടെ ഇൻപുട്ട്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? നമ്മുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ്. ശരിയല്ലേ? അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്നാണ്. ഔട്ട്പുട്ട് എഴുതിക്കോ. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഔട്ട്പുട്ട്. ഓക്കെ, എഴുതിക്കോ. ഔട്ട്പുട്ട്. So you can write like this. After data processing, computer will give meaningful information. Meaningful information. This is called output. Output. എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാം. എക്സാമ്പിൾ അഡ്മിഷൻ സ്ലിപ്പ്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്. അതാണ് കുറച്ചുകൂടെ നല്ലത് അല്ലേ? അലോട്ട്മെൻറ്റ് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, അതുപോലെ റാങ്ക് ലിസ്റ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ഔട്ട്പുട്ടിന് എക്സാമ്പിൾ. എഴുതിക്കുക. ആഫ്റ്റർ എന്താ എഴുതേണ്ടത്? ആഫ്റ്റർ ഡേറ്റ പ്രോസസ്സിങ് അല്ലേ? ആഫ്റ്റർ ഡേറ്റ പ്രോസസ്സിങ് computer will give meaningful information. This is called output. എക്സാമ്പിൾ എഴുതാം. അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, അതുപോലെ റാങ്ക് ലിസ്റ്റ്, എറ്റ്സെട്ര. ഓക്കെ ആണല്ലോ. നൗ ഇനി ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാലോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എവിടെ എത്തി? നമ്മളെത്തിയത് സ്റ്റോറേജ്, ഇൻപുട്ട്, ഡേറ്റ കളക്ഷൻ കഴിഞ്ഞു, ഇൻപുട്ട് കഴിഞ്ഞു, സ്റ്റോറേജ് കഴിഞ്ഞു അല്ലേ? ഡേറ്റ പ്രോസസ്സ് ചെയ്തു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഔട്ട്പുട്ടിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? നമ്മുടെ എല്ലാവരെയും അഡ്മിഷൻ ഡീറ്റെയിൽസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്തു, അക്ഷയ സെൻറ്റർ പോയി എൻ്റർ ചെയ്തു, തിരുവനന്തപുരത്തുള്ള സെർവറിലേക്ക് അത് സേവ് ചെയ്തിട്ട് അവിടുത്തെ സെർവറിലെ പ്രോഗ്രാം ആ ഡേറ്റിനെ പ്രോസസ്സ് ചെയ്തു, ഔട്ട്പുട്ട് എല്ലാവർക്കുള്ള അലോട്ട്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ ഡയറക്ടറേറ്റിൽ സൂക്ഷിച്ചാൽ മതിയോ? പോരാ. ആർക്കെത്തിക്കണം? എല്ലാ കുട്ടികൾക്കും അവരുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അവരുടെ കൈകളിലേക്ക് എത്തിക്കണം. അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാ കുട്ടികളിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് പബ്ലിക്കിലേക്ക്, അതിൻ്റെ ആവശ്യമുള്ള ആളുകളിലേക്ക് അതിനെ എത്തിക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് സ്റ്റെപ്പിൻ്റെ പേര്? ഡിസ്ട്രിബ്യൂഷൻ. ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എഴുതിക്കോ. വി ആർ അറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ.
ഇതാണ് ഡേറ്റ പ്രോസസ്സിങ്ങിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ്. എഴുതിക്കോ. The information obtained in the output stage is distributed to the beneficiaries. ബെനഫിഷ്യറി എന്ന് പറഞ്ഞാൽ ഉപയോക്താക്കൾ എന്ന് പറയാം. ഉപയോക്താക്കൾ. അപ്പോൾ നമ്മൾ +1 അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ ഉപയോക്താക്കൾ ആരാണ്? അഡ്മിഷന് അപ്ലൈ ചെയ്ത കുട്ടികൾ. അതിൻ്റെ ബെനഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ അഡ്മിഷന് അപ്ലൈ ചെയ്ത കുട്ടികളാണ് ബെനഫിഷ്യറീസ്. അപ്പോൾ നമ്മൾ +1 അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് സ്ലിപ്പുകൾ ആരിലേക്ക് എത്തിക്കണം? അതിൻ്റെ ബെനഫിഷ്യറീസ് ആയിട്ടുള്ള അതിന് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഇൻ ഔട്ട്പുട്ട് സ്റ്റേജ്. ഔട്ട്പുട്ട് സ്റ്റേജിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ബെനഫിഷ്യറീസ്. ആർക്ക് കൊടുക്കണം? അതിൻ്റെ ബെനഫിഷ്യറീസിന് എന്ത് ചെയ്യണം? അതിൻ്റെ ബെനഫിഷ്യറീസിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിൻ്റെ ബെനഫിഷ്യറീസിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ബെനിഫിഷ്യറീസ്. അങ്ങനെ എല്ലാവരിലേക്കും ആ ഇൻഫർമേഷൻ എത്തിക്കണം. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് അവിടെ അടുക്കളയിൽ വെച്ചാൽ മതിയോ? ഇല്ല, വീട്ടിലുള്ള മെമ്പേഴ്സിന് നമ്മൾ ആ ചായ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് തന്നെയാണ് കമ്പ്യൂട്ടറിലൊരു സംഭവം ചെയ്താലും അല്ലേ? കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. യൂട്യൂബിൽ കുറേ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? ആളുകൾക്ക് ആ യൂട്യൂബിൽ നിന്ന് ആ ഡാറ്റ കാണാനുള്ള സൗകര്യം കൊടുക്കണം. അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ. സോ ദീസ് ആർ ദ മെയിൻ സ്റ്റെപ്സ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ? ഏതൊക്കെയാണ്? സോ വി ഹാവ് ഹിയർ ഡാറ്റ ക്യാപ്ചറിങ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഡാറ്റ ക്യാപ്ചറിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡാറ്റ ക്യാപ്ചറിങ്. ഡാറ്റ കളക്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് കളക്ട് ചെയ്ത ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്ന ഡാറ്റ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ സ്റ്റോർ ചെയ്ത ഡാറ്റ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ആ കിട്ടിയ ഔട്ട്പുട്ട് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിൻ്റെ ബെനഫിഷ്യറീസിന്, അതിൻ്റെ ഉപയോക്താക്കൾക്ക് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ വി ഹാവ് കംപ്ലീറ്റഡ് ടുഡേ വാട്ട്? ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിങ്ങിന് ഷോർട്ടായിട്ട് നമ്മൾ DP എന്ന് പറയട്ടോ. DP. ഇൻപുട്ടിന് നമ്മൾ ഷോർട്ടായിട്ട് I⁻P എന്ന് കൊടുക്കും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇൻപുട്ട്. ഔട്ട്പുട്ടിനെ നമ്മൾ O⁻P എന്ന് എഴുതും. ഔട്ട്പുട്ട്. ഓക്കെ, O⁻P ഔട്ട്പുട്ട്. DP മീൻസ് ഡാറ്റ പ്രോസസ്സിംഗ്. ഇനി നമ്മൾ ഡിസ്കഷനിൽ ഇടയ്ക്കൊക്കെ DP എന്നാണ് പറയുക. ഓക്കെ, അതുപോലെ ഇൻപുട്ട് എന്ന് എഴുതുമ്പം ചിലപ്പോൾ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് I⁻P എന്നും ഇൻപുട്ട് എന്ന് വായിക്കണം. നെക്സ്റ്റ് ഔട്ട്പുട്ട്, O⁻P ഔട്ട്പുട്ട്. സോ വി ഹാവ് കവേർഡ് ടുഡേ two important thing. What is data processing? അല്ലേ? ഡേറ്റയെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡാറ്റ പ്രോസസ്സിംഗ് അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ഡാറ്റയെ എന്തായിട്ടും കൺവേർട്ട് ചെയ്യുക? ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഈ ഡാറ്റ പ്രോസസ്സിംഗ് കുറേ സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ക്യാപ്ചർ ഡാറ്റ അല്ലേ? സെക്കൻഡ് എന്താണ്? ക്യാപ്ചർ ചെയ്ത ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? അതിന് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം, സ്റ്റോറേജ്. പിന്നെ എന്ത് ചെയ്യണം? അതിനെ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിന് എന്ത് ചെയ്യണം? ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ബെനഫിഷ്യറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്താണ് ഡിസ്കസ് ചെയ്തു. ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കവർ ചെയ്തു അല്ലേ? സോ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഉള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കൊടുക്കാം. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്.
ടു എവറിബഡി. അഗെയിൻ ഞാൻ നിങ്ങളെല്ലാവരെയും അടുത്ത സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്.